പിന്നെ ഉള്ള വിഷയം, നബിയുടെ ഖബറിൽ ചെന്ന് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടത്? എവിടെയും പ്രഖ്യാപിക്കലുണ്ട്, ഇവിടെയും പ്രഖ്യാപിക്കുന്നു, എവിടെയും പ്രഖ്യാപിച്ചതാണ്. താങ്കൾ തന്നെ സൂചിപ്പിച്ച പരപ്പരങ്ങാടി ആ പ്രോഗ്രാമിൽ വിശദമായി പറഞ്ഞതുമാണ്. പ്രവാചകൻ പറഞ്ഞു, പിന്നീട് ആ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖബറിൽ വന്നു നിൽക്കുന്നുവെങ്കിൽ, വഖാല യാ മുഹമ്മദ്, എന്നിട്ട് യാ മുഹമ്മദ് എന്ന് പറയുന്നുവെങ്കിൽ, ലഉജീബല്ലഹു, തീർച്ചയായും ഞാൻ ആ വിളിക്ക്, ആ ഈസാ നബിക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഹദീസാണ് ഇത്. രണ്ട് അമ്പിയാക്കന്മാർ തമ്മിൽ നടക്കുന്ന ഒരു സംഭവമാണ്. അത് രണ്ടുപേരും മുഴുജത്തുള്ളവരാണ്, രണ്ടുപേരും നബിമാരാണ്. ശിർക്ക് മുഴുജത്തിലും ഉണ്ടാവൂല, ഉണ്ടായിട്ടില്ല. അത് ബേസ് ചെയ്തിട്ട് നമ്മവിടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. ഇവിടെ ശിർക്ക് മുസ്ലിങ്ങൾ ചെയ്താലും ശിർക്ക്, നമ്മൾ ചെയ്താലും ശിർക്ക്, അത് തർക്കമില്ലല്ലോ. ആട് ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെ, റസൂൽ ചെയ്താലും ശിർക്ക് ശിർക്ക് തന്നെ. അത് ബേസ് ചെയ്തിട്ട് നമ്മവിടെ പോയി വിളിച്ച ഉത്തരം കിട്ടുമെന്ന് പറഞ്ഞാൽ അത് ശിർക്ക് തന്നെയാണ്. ലോകത്ത് ആര് ശിർക്ക് ചെയ്താലും ശിർക്കിന്റെ ഗൗരവം കുറയുന്നില്ല. കാരണം അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ 25 അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞുവല്ലോ. അതിൽ 18 അമ്പിയായിന്റെ പേര് പറഞ്ഞ അധ്യായമാണ് സൂറത്തുൽ അൻആം. 86-ാമത്തെ ആയത്ത് വരെ 18 പ്രവാചകന്മാരെ പേര് കാണാം. 87-ാമത്തെ ആയത്തിൽ ആ അമ്പിയായിനെ പിൻപറ്റിയവരെ പറ്റിയുള്ള പരാമർശം കാണാം. 88-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, വലൗ അസ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവരാര് ശിർക്ക് ചെയ്താലും ശരി, അവിടെ എല്ലാ അമലും പൊളിഞ്ഞ് ബാത്തിലായി പോകും. നബിയുടെ ഖബറിൽ ചെന്ന് സഹായം തേടിയാൽ അത് ശിർക്കാണ് എന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ ധൈര്യമുണ്ടത്? എവിടെയും പ്രഖ്യാപിക്കലുണ്ട്, ഇവിടെയും പ്രഖ്യാപിക്കുന്നു, എവിടെയും പ്രഖ്യാപിച്ചതാണ്. പിന്നീട് ആ ഈസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ ഖബറിൽ വന്നു നിൽക്കുന്നുവെങ്കിൽ, വഖാല യാ മുഹമ്മദ്, എന്നിട്ട് യാ മുഹമ്മദ് എന്ന് പറയുന്നുവെങ്കിൽ, ലഉജീബല്ലഹു, തീർച്ചയായും ഞാൻ ആ വിളിക്ക്, ആ ഈസാ നബിക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും. ഹദീസാണ്.